സർവീസ് സെന്ററിൽ പോയ 2 കസ്റ്റമർ ആ ഫോൺ നേരാക്കണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നു. അവരുടെ കയ്യിൽ അതിന് കൊടുക്കാനുള്ള പൈസ ഇല്ലായിട്ടൊന്നുമല്ല, നേരാക്കണ്ട അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. കാരണം 35,000 to 45,000 അവരുടെ എമൗണ്ട് പറഞ്ഞത്. അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. നമ്മൾ വലിയ വില കൊടുത്തിട്ട് ക്യാഷിനും EMIക്കൊക്കെ ഫോൺ എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ സർവീസ് കോസ്റ്റും കൂടി എപ്പോഴും നോക്കണം. അത് കേട് വന്നു കഴിഞ്ഞാൽ എത്ര കണ്ട് കോസ്റ്റ് വരും എന്നുള്ളത്, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കൂടി നോക്കണം. കാരണം അണ്ടർ വാറണ്ടിയിൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന ഫിസിക്കൽ ഡാമേജുകൾക്കൊന്നും വാറണ്ടി ചിലപ്പം കിട്ടിയെന്ന് വരില്ല. നമ്മൾ തന്നെ കയ്യിൽ നിന്ന് എടുത്ത് മാറ്റേണ്ടി വരും. അത് കണ്ടിന്യൂസ് ആയിട്ട് വാറണ്ടി കിട്ടണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ സർവീസ് സെൻറ്ററിൽ പോയി തന്നെ മാറ്റണം. അപ്പം അത്രയും അവർ പറയുന്ന പൈസ കൊടുത്ത് നമ്മൾ മാറ്റേണ്ടി വരും. ഇനി പുതിയ ഫോണുകളൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ വാറണ്ടി, ആക്സിഡൻ്റൽ വാറണ്ടി, എന്തെങ്കിലുമൊക്കെ 1 ഇയർ കൂടി വാറണ്ടി കിട്ടുന്ന എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ വാറണ്ടി എടുക്കാൻ ശ്രമിക്കുക. കാരണം പഴയ പോലെ ഫോണുകൾക്ക് ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകളല്ല ഇപ്പോൾ വരുന്നത്. പോയി കഴിഞ്ഞാൽ ബോർഡാണ് പോവുക, അല്ലെങ്കിൽ ഡിസ്പ്ലേ പോവും, അല്ലെങ്കിൽ ലൈന് വരും, അങ്ങനെയുള്ള കംപ്ലൈൻ്റാണ്. പണ്ടത്തെ J2 ഇപ്പോഴും മൈക്ക മാറ്റിയിട്ടും ഇയർ പീസ് മാറ്റിയിട്ടും അതിൻ്റെ ബോർഡ് സർവീസ് ചെയ്തിട്ടൊക്കെ ഇപ്പോഴും യൂസ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കംപ്ലൈൻറ്റ് അങ്ങനെയല്ല, പോയി കഴിഞ്ഞാൽ കയറി പൊട്ടും, ആ യാതി കംപ്ലൈൻറ്റാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ഫോൺ എടുക്കണമെങ്കിൽ.